എല്ലാവർക്കും ആദ്യമായി എൻ്റെ ചാനലിൻ്റെ പുതുവത്സരാശംസകൾ ഞാൻ നേരുന്നു. ഇന്ന് ചിങ്ങം 1 ഒരു മധുരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഓട്സ് പായസമാണ്. തിരുവോണ നാളിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഓട്സ് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഓട്സ് പായസം ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് 1 കപ്പ് ഓട്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് കുക്കർ ഓട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. അത് മാത്രമല്ല, ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അത് നല്ലൊരു ഫ്ലേവറൊക്കെ വരും. നമ്മൾ ധാന്യങ്ങളൊക്കെ വറുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വറുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ആ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് ശർക്കരപ്പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ശർക്കരപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ലേറ്റായി പാൽ ഒഴിക്കാനായിട്ട്, അതുകൊണ്ട് ആ ശർക്കരയൊക്കെ കട്ട പിടിച്ചു. പക്ഷേ കുഴപ്പമില്ല, ശർക്കര പാൽ ഒഴിക്കുമ്പോൾ പിന്നെ അത് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 കപ്പ് പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 3 കപ്പ് പാൽ, 1 കപ്പ് ഓട്സും 1/2 കപ്പ് ശർക്കരപ്പൊടിയും. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. 3 കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചു. തിളയ്ക്കുമ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ മെൽറ്റ് ആയിക്കോളും, പേടിക്കേണ്ടതില്ല. അതൊക്കെ മെൽറ്റായി നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറൊക്കെ വരും. ഈ പാലൊന്ന് നന്നായി തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചൂടാക്കി വെച്ചിരുന്ന ഓട്സ് ചേർക്കാം. ഇത് ഓട്സ് നല്ല ചൂടുണ്ടായിരുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തിളച്ച് പൊന്തി. അപ്പോൾ അത് നമ്മൾ നന്നായി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ തീ ഓഫ് ചെയ്തു. എന്നിട്ട് വീണ്ടും ചെറിയ തീയിലിട്ടിട്ട് ഞാൻ നന്നായി അത് കുറുക്കിയെടുത്തു. നമ്മൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് അഴഞ്ഞ പാകത്തിൽ വേണം ചെയ്യാനായിട്ട്. പൊതുവേ തിരുവോണത്തിൻ്റെ അന്ന് സദ്യവട്ടങ്ങളുടെ ഒരുക്കമൊക്കെ ആയിട്ട് നമ്മൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ കഴിക്കാറ് സാധാരണ പായസവും പഴവും പപ്പടവും കൂട്ടിയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ അന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണത്. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു പാത്രത്തിനകത്ത് കുറച്ച് നെയ്യ് എടുത്തിട്ട് ഞാൻ ഇവിടെ കുറച്ച് നട്ട്സ് വറുക്കുന്നുണ്ട്. അതായത് ഞാൻ എടുത്തിരിക്കുന്നത് സ്ലൈസ്ഡ് ആയിട്ടുള്ള ബദാമും കുറച്ച് പംകിൻ സീഡുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീഡ്സ് എടുക്കാവുന്നതാണ്. കാഷ്യൂ നട്ടും അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുള്ളത് കൊണ്ട് ഇത് ചേർത്തെന്ന് മാത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് എടുത്തിട്ട് വറുത്ത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.